ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ദ മോസ്റ്റ് അഫോർഡബിൾ ട്രൈം ടിൽ ഡേറ്റ് ആയ ട്രൈം സ്പീഡ് T4 ആണ്. ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ഓഫ് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ട്രൈം സ്പീഡ് 400 വെച്ച് നോക്കുമ്പോൾ T4 കാര്യമായിട്ട് തന്നെ വിലക്കുറവാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള കോസ്റ്റ് കട്ടിങ് ഇത് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ കോട്ടയത്തെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2,53,000 രൂപയാണ്. ആ റേഞ്ചിലേക്ക് ഈ വണ്ടി കൊണ്ടുവരാൻ വേണ്ടി കാര്യമായിട്ടുള്ള കോസ്റ്റ് കട്ടിങ് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. നമുക്കിനി എല്ലാ വീഡിയോയിലും പോലെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ തന്നെ വിശേഷങ്ങൾ തുടങ്ങാം. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നമ്പർ പ്ലേറ്റിന്റെ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്പീഡ് 400 കണ്ട പോലെ തന്നെയുള്ള റൗണ്ട് ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ട്രൈമിൻ്റെ ഒരു ലോഗോ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ മീറ്റർ യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ വെണ്ടർ കാണാൻ പറ്റുന്നുണ്ട്. പഴയയിൽ നമുക്ക് അപ്സൈഡ് ഡൗൺ USB ഫോക്സ് ആയിരുന്നു. നമുക്ക് ഇവിടെ ഇപ്പം ടെലിസ്കോപ്പിക് ഫോക്സ് ആണ് കൊടുത്തേക്കുന്നത്. അതിൽ ചെറിയൊരു പ്രൊട്ടക്ഷൻ, രണ്ട് സൈഡ് റിഫ്ലക്ടറും പിന്നെ നമ്മുടെ LED ഇൻഡിക്കേറ്റർ യൂണിറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഓൺ ആക്കുമ്പോഴത്തേക്കും നമുക്കൊരു DRL യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പകുതി സർക്കുലർ ആയിട്ടുള്ള ഒരു DRL യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ചാർജിങ് നമുക്ക് C2C ഒരു ചാർജിങ് ബോർഡ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോസ്റ്റ് കട്ടിങ് ചെയ്തേക്കുന്ന വേറൊരു ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ സ്പീഡ് 400 നമുക്ക് ബാർ ആൻഡ് മിറേഴ്സ് ആയിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് നോർമൽ മിറേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ സ്പീഡ് 400 നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആയിരുന്നു രണ്ട് സൈഡിലും കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് നോൺ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ കോസ്റ്റ് കട്ടിങ് ചെയ്യുന്ന വേറൊരു ഭാഗം എന്ന് വെച്ചാൽ നമുക്ക് റൈഡ് ബൈ വയർ ആയിരുന്നു സ്പീഡ് 400, എന്നാൽ ഇതിൽ നോർമൽ കേബിൾസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെയും ടയറിൻ്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടിയിൽ USB ഫോക്സ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിതിൽ ആക്സിയൽ കാലിബേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. സ്പെഷ്യൽ സ്പീഡ് 400 USB ഫോക്സ് വരുന്നോട്ട് റേഡിയൽ കാലിബേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ ബ്രേക്ക് ഫോഴ്സ് അത്ര ഒരു ബൈറ്റും കാര്യങ്ങളൊന്നുമില്ല. സ്പീഡ് 400 വെച്ച് നോക്കുമ്പോൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കിംഗ് ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ ടയറിൻ്റെ സെക്ഷനിലേക്ക് കിടക്കുമ്പോൾ 110, 70, 17 തന്നെ ടൂ വീലർ ടയർസ് ആണ് ഇതേ കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ ബ്രേക്കിങ്ങിന്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് 300 mm ഡുവൽ ചാനൽ ABS ഉള്ള ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. ബാക്കിൽ നമുക്ക് 230 mm ഡുവൽ ചാനൽ ABS ഉള്ള ബാക്കിലത്തെ ഡിസ്കുമാണ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഈ വണ്ടിയുടെ സ്പെക്കിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇതൊരു 398 cc ലിക്വിഡ് കൂൾഡ് 4-stroke 4-valve DOHC എഞ്ചിനാണ് ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിന് മാക്സിമം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പവർ ഫിഗേഴ്സ് എന്ന് വെച്ചാൽ 31 PS പവർ അറ്റ് 7000 RPM അതുപോലെ തന്നെ 36 Nm ടോർക്ക് അറ്റ് 5000 RPM ആണ് ഈ വണ്ടിക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന മാക്സിമം പവർ ഫിഗേഴ്സ്. ഇനി നമ്മൾ സ്പീഡ് 400 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സ്പീഡ് 400 40 PS പവർ അറ്റ് 8500 RPM അതുപോലെ തന്നെ 37.5 Nm ടോർക്ക് അറ്റ് 7000 RPM ആണ് ഉൽപ്പാദിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പവർ ഫിഗേഴ്സ് ഡ്രോപ്പ് തന്നെ ഈ വണ്ടിക്ക് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് മാസീവ് ആയിട്ടുള്ള ഒരു റേഡിയേറ്റർ ഫാൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ക്രാഷ് ഗാർഡ് യൂണിറ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എഞ്ചിന്റെ സൈഡിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ട്രൈം എന്ന് എഴുതിയേക്കുന്ന ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ എഞ്ചിനിൽ ട്രൈം TR സീരീസ് 400 എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ സ്പീഡ് T4 എന്ന് പറഞ്ഞ ഒരു കളേർഡ് ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ടാങ്കിന്റെ വിശേഷങ്ങളിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ കളറുള്ള ടാങ്ക് ആണ് കൊടുത്തേക്കുന്നത്. അതിൽ ട്രൈമിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സ്പീഡ് 400 ഒരു ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മേളിൽ നമുക്ക് സ്പീഡ് T4 എന്നുള്ള ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്ന ഒരു ഫ്യൂവൽ ലിഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടാങ്കിന്റെ ഫുൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് വെച്ചാൽ 13 ലിറ്റർ ടാങ്ക് ആണ്. പിന്നെ ആവറേജ് മൈലേജ് ഒരു 25 to 30 ആണ് ഈ വണ്ടിക്ക് ക്ലെയിം ചെയ്യുന്നത്. ഇനി നമ്മൾ വണ്ടിയുടെ മീറ്ററിന്റെ സ്വിച്ചസിന്റെ വിശേഷങ്ങളിലേക്ക് എടുക്കാം. സ്വിച്ചസിന്റെ വിശേഷങ്ങളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ സ്പീഡ് 400 കണ്ട അതേ സ്വിച്ചസ് തന്നെയാണ് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ട് മീറ്റർ കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ ഡിമ്മിന്റെയും ബ്രൈറ്റിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തൊരു പാസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഹോൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പം ഇഗ്നിഷന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഹസാഡ് പിന്നെ നമ്മുടെ കട്ട് ഓഫിന്റെ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ മീറ്ററിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ മീറ്റർ എന്ന് വെച്ചാൽ ഇത് സ്പീഡ് 400 കണ്ട അതേ മീറ്റർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് നടുക്ക് ട്രൈമിന്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വാർണിംഗ്സ് എല്ലാം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 180 വരെ ടോപ്പ് സ്പീഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു 150 വരെ ഈ വണ്ടി എന്തായാലും കയറും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഈ സൈഡിൽ ചെറിയൊരു LCD യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്മുടെ ഡിസ്റ്റൻസ് ടു MT, നമ്മുടെ സൈഡ് സ്റ്റാൻഡ് വാർണിംഗ്, പിന്നെ ട്രിപ്പ് 1, ട്രിപ്പ് 2 അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ബ്ലൂടൂത്ത് സപ്പോർട്ടഡ് ആയിട്ടുള്ള മീറ്റർ അല്ല. നമ്മുടെ സ്പീഡ് 400 ഇതിലൊന്നും ബ്ലൂടൂത്ത് വരുന്നില്ല. അങ്ങനത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ഈ വണ്ടിക്കുണ്ട്. കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് അവർ 2-3 ഫീച്ചർ ഈ വണ്ടിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഇമ്മൊബൈലൈസർ ഫീച്ചർ ആയിരുന്നു. അതായത് ഡ്യൂപ്ലിക്കേറ്റ് കീട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരു ഫീച്ചർ ആയിരുന്നു. അത് ഈ വണ്ടിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ ഈ വണ്ടിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പീഡ് 400 ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടായിരുന്നു, എന്നാൽ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മീറ്ററിൽ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ
എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ റിമൂവ് ചെയ്യാത്ത ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രിപ്പർ കച്ച് ആണ്. അതെല്ലാ മോഡൽസിലും സ്റ്റാൻഡേർഡ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അപ്പുറത്ത് കണ്ടുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ട്രൈമിൻ്റെ ഒരു ലോഗോ ആണ് നമ്മുടെ എഞ്ചിനെ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ സൈലൻസറിൻ്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്പീഡ് 400 നമുക്ക് ഫുൾ ഒരു മെറ്റാലിക് കോട്ടിങ് നമുക്ക് ഈ ബാക്കിൽ വരുന്നുണ്ടായിരുന്നു, മെറ്റാലിക് കവറിങ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊരു ഫുൾ പൗഡർ കോട്ടിങ്ങും പിന്നെ ഇവിടെ ചെറിയൊരു മെറ്റാലിക് പോർഷനുമാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യാസം ഈ വണ്ടിക്കുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ സീറ്റിങ്ങിൻ്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെൽ കുഷൻഡ് ആയിട്ടുള്ള സിംഗിൾ സീറ്റാണ് കൊടുത്തേക്കുന്നത്, ബാക്ക് പൊങ്ങിയിരിക്കുന്ന രീതിയിൽ. പക്ഷേ സ്പീഡ് 400 വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്താണ് സ്റ്റിച്ചിങ്ങും ഫിനിഷിങ്ങും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയേക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ നല്ലൊരു ഗ്രാബ് ഹാൻഡിൽ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. പഴയതിലോ കണ്ടുപോലെ അതേ മോഡലുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ഡ്യൂക്കയിലൊക്കെ കണ്ടിട്ടുള്ള അതേ രീതിയിലുള്ള ഒരു ബാക്കിലത്തെ ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് എനിക്ക് തോന്നിയേക്കുന്നത്. അതേ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്, റിഫ്ലക്ടർ കാണാൻ പറ്റുന്നുണ്ട്, നമ്പർ പ്ലേറ്റ് അതിൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഡ്യൂക്കിനെ കോപ്പി അടിച്ചാണോ എന്ന് ചെറിയൊരു സംശയമുണ്ട്. കാരണം ഇപ്പം ഇവരെല്ലാം ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു വണ്ടികളാണല്ലോ ഇപ്പം. ഇനി നമ്മൾ വണ്ടിയുടെ ബാക്കിലത്തെ സസ്പെൻഷൻ്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ ഒരു മോണോഷോക്കാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഒരു ഫീൽ എന്ന് വെച്ചാൽ കുറച്ചൊരു ഹാർഡർ ആയിട്ടുള്ള ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്, ഫീഡ്ബാക്ക് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ടയറിൻ്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ 140/70/17 സെഷൻ ടയേഴ്സാണ്, കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള ടയേഴ്സാണ് ഈ മോഡലിൽ കൊടുത്തേക്കുന്നത്. അതും ട്യൂബ്ലെസ് ആണ്, വിത്ത് ഡുവൽ ചാനൽ ABS ആണ് കൊടുത്തേക്കുന്നത്. ഇനി കോസ്റ്റ് കട്ടിങ്ങിൻ്റെ കാര്യത്തിൽ അവർ ചെയ്തേക്കുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോർക്ക് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടീത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സ്പ്രോക്കറ്റ് 2 ടീത്ത് അവർ കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വണ്ടിയുടെ ടോർക്ക് കാര്യമായിട്ട് കുറയാനുള്ള കാരണങ്ങളിൽ ഒന്ന് അതാണ്. ഇനി നമ്മൾ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ സീറ്റ് ഹൈറ്റിൻ്റെ സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ 806 mm സീറ്റ് ഹൈറ്റ് നമുക്ക് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് വെച്ചാൽ 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ ടോട്ടൽ വെയിറ്റ് എന്ന് വെച്ചാൽ 180 കിലോ ആണ്. സ്പീഡ് 400 179 കിലോ വരുന്നുള്ളൂ. ഒരു 1 കിലോയുടെ വെയിറ്റിൽ ഡിഫറൻസ് വന്നിരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ സൈലൻസറിന്റെ സൗണ്ട് എങ്ങോട്ടൊന്ന് കേട്ട് നോക്കാം. നമ്മുടെ സ്പീഡ് 400 ഒക്കെ സെയിം സൈലൻസറിന്റെ സൗണ്ട് ഒക്കെ തന്നെയാണ് ഇതിനും വന്നേക്കുന്നത്. വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നും വരുത്തിയിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നമുക്ക് ഈ വണ്ടി തന്ന് സഹായിച്ച കോട്ടയത്തുള്ള ട്രൈമാണ്, അവരോട് സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സെയിൽസോ സർവീസിൻ്റെ എൻക്വയറി ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് നമ്മുടെ കമൻറ്റ് ബോക്സിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം എന്ന് വിശ്വസിച്ചിട്ട് ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഔട്ട്. താങ്ക് യു.